ഈ ഒരു 4 സ്ക്രൂ നമ്മൾ ഊരിയെടുക്കുകയാണ്. ഈ ഒരു പൈപ്പാണ് നമുക്ക് ഓവർഫ്ലോ പോകുന്ന പൈപ്പ് കേട്ടോ. 1 ഊരിയെടുത്തു, 2 ഊരിയെടുത്തു, 3ാമത്തെ ഊരിയെടുത്തു. വശത്തിൻ്റെ ഡോറിൻ്റെ മുകൾ വശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓവർഫ്ലോ വരുന്ന സമയത്ത് ഇതിലൂടെയാണ് ഓവർഫ്ലോ ഇറങ്ങിയിട്ട് ഈ ഒരു പൈപ്പിലൂടെ എങ്ങനെ പുറത്തേക്ക് പോകും. നീഡിൽ ഊരിയെടുക്കണം. ഇവിടെയാണ് നീഡിൽ വരുന്നുണ്ട്. റോളിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് പെട്രോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. 3 പ്രാവശ്യം ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. 3 പ്രാവശ്യം ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം, ഇതിപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൽ ഫോക്കസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ മേഡിയൻ ജപ്പാൻ എന്ന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെ കാർബറേറ്റർ ഏതാണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനീനെ കണ്ട പോലെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാം എന്നുള്ള ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പുറകിൽ ഒരു കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാർബറേറ്ററാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ കാർബറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾക്കുള്ള സംശയമുള്ള കാര്യമായിരിക്കും ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാമെന്നുള്ളത്. ഒരുപാട് ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതെങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ RX100ൻ്റെ കാർബറേറ്റർ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ കാർബറേറ്ററാണ്. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് ഇത് ക്ലീൻ ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ജെറ്റ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, ഇതിനുള്ള ഫ്ലോട്ടിംഗ് ചാമ്പറും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഊരിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഒരുപാട് ആളുകൾ മിസ്സിംഗ് ഒക്കെ അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. കാരണം നമ്മളെപ്പോഴെങ്കിലൊക്കെ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് മിസ്സിംഗ് അടിച്ചിട്ട് ഓഫായി പോകുന്ന സമയം ഉണ്ടാവാറുണ്ട്. എനിക്കും ഒരുപാട് സമയത്ത് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ച് കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവാറുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ 2 സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും 4 സ്ട്രോക്ക് ബൈക്ക് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കട്ടെ. അപ്പോൾ ഇനി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണം, ഇപ്പോൾ 2 സ്ട്രോക്ക് ആണെങ്കിലും 4 സ്ട്രോക്ക് ആണെങ്കിലും ഫുള്ളായിട്ടുള്ള റെസ്റ്റോറേഷനുള്ള വീഡിയോ അല്ല, നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ബൈക്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എന്തൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ കഥാപ്രസംഗം നടത്തി കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ 100ൻ്റെ കാർബറേറ്റർ എൻ്റെ കയ്യിൽ ജപ്പാൻ കാർബറേറ്റർ കേട്ടോ. 1989 അങ്ങനെ എന്തോ ആണ് ഈ ഒരു മോഡൽ കേട്ടോ. ഈ ഒരു വണ്ടി എടുക്കുന്നത് കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വന്നിട്ടാണ്. പേപ്പറൊക്കെ തെറ്റി കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ജപ്പാൻ കാർബറേറ്ററോടെ ഈ നിങ്ങളെ കാണിക്കുന്നത് ഇതാണ് ജപ്പാൻ കാർബറേറ്റർ. കാണാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ മേഡിയൻ ജപ്പാൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണിത് തിരിച്ചറിയുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് മേഡിയൻ ജപ്പാൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് കാണാം. ഫോക്കസ് ആയോന്ന് അറിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, സ്റ്റിക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിപ്പോൾ അയച്ചു വെച്ച കാർബറേറ്ററാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കാർബറേറ്റർ, ഏത് ഭാഗത്താണ് കാർബറേറ്റർ ഇരിക്കുക, എങ്ങനെയാണ് നമ്മൾ അയച്ചെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്തായിട്ട് ഇതാണ് നമ്മുടെ ഹെഡിലേക്ക് കാർബറേറ്റർ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഇതാണ്. അപ്പോൾ ഇവിടേക്ക് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ആയിരിക്കും കാർബറേറ്റർ നിങ്ങളുടെ വണ്ടിയിൽ ഇരിക്കുന്നത്. അതായത് ഹെഡിലേക്ക് ഈ ഒരു പോർഷനും ഈ ഒരു പോർഷൻ എയർ ഫിൽറ്റർ ആയിരിക്കും നിങ്ങളുടെ കാർബറേറ്റർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 2 ക്ലാമ്പ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്ത് ക്ലാമ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ക്ലാമ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഈ ഒരു ഇവിടെ ഒരു ബെൻഡ് പൈപ്പ് വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പൈപ്പിനോട് കണക്ട് ചെയ്യുന്ന ഒരു ക്ലാമ്പും കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു 3 ക്ലാമ്പ് അയച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാർബറേറ്റർ ഊരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് ആളുകൾ എയർ ഫിൽറ്ററൊക്കെ ഊരിയിട്ട് കാർബറേറ്റർ ഊരുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു 3 ക്ലാമ്പ് നിങ്ങളുടെ വണ്ടിയിലുണ്ടാവും. ചില വണ്ടികളിൽ ഇതില്ലാത്തതും കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ലാമ്പുകൾ വാങ്ങിയിടുക, ഹോസ് ക്ലാമ്പുകൾ വാങ്ങിയിടുക, അല്ലെങ്കിൽ മൈലേജ് ഷോട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കട്ടോ. മൈലേജ് ഷോട്ടിന് പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊരു ഘടകമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ചെറിയ പാർട്സുകളൊക്കെ പോയാലും മൈലേജ് ഷോട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കുക. ആ ക്ലാമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്ലാമ്പ് വാങ്ങിയിടാനായിട്ട് ശ്രമിക്കട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തൊരു വണ്ടിയുടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ ബൈക്ക് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് ഊരിയിട്ടത് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഊരുന്നൊരു വിധം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് താഴേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഒരു കാർബറേറ്റർ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു പാത്രം എടുക്കാം. ഇതൊരു കാലി പാത്രം. ഇതിൽ അത്യാവശ്യം കരടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പം ക്ലീൻ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ കാണിക്കട്ടോ. ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമോ കാര്യങ്ങളും പാടില്ല. നമുക്കിതിൽ പെട്രോൾ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനാണ്. അതായത് നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് ചാമ്പർ ഊരിയിട്ട് അതിലെ ജെറ്റ് കാര്യങ്ങൾ, നീഡിൽ, പിന്നെ അതൊക്കെ നമുക്ക് ഊരിയിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഈ ഒരു പാത്രം വെച്ച് കേട്ടോ. പിന്നെ കുറച്ച് പെട്രോൾ. ഇതിപ്പോൾ 1 ലിറ്റർ 100 രൂപേൻ്റെ പെട്രോൾ ഉണ്ട്. ഇത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പെട്രോൾ എടുക്കണം. കുറച്ച് പെട്രോൾ മതി നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ വിധത്തിലുള്ളൊരു പെട്രോൾ. പിന്നെ വേണ്ടത് ഇതുപോലുള്ള ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് പേസ്റ്റില്ലേ, ടൂത്ത് പേസ്റ്റിൻ്റെ ഒഴിവാക്കിയ നിങ്ങൾ കളയാനായിട്ടുള്ള ഒരു ബ്രഷോ എടുക്കുക നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഉള്ളിലെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റാറും മൈനസും കൂടെയുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ചിലപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ചാമ്പറിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള സ്ക്രൂ ചിലപ്പോൾ മൈനസ് ആയിരിക്കും. കൂടുതലും സ്റ്റാറാണ് വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ചാമ്പറിൻ്റെ ഈ ഒരു കവറിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ സ്റ്റാറോ മൈനസോ ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ സ്റ്റാറും മൈനസും ഉള്ള ഏതാണോ വരുന്നത്, ഇപ്പോൾ ഇതിൽ മൈനസാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ കണ്ടതിൽ ഒട്ടുമിക്ക വണ്ടികളിലും സ്റ്റാറാണ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ മൈനസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഇങ്ങനെ ഇതിപ്പോൾ ഡബിളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ഉപയോഗിക്കാം, മൈനസ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ മൈനസ് ആയതുകൊണ്ട് തന്നെ ഞാൻ മൈനസ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു അടിയിലെ പോർഷൻ ഞാനിവിടെ എടുത്ത് വെച്ചുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ പ്ലേറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒഴിക്കാനുള്ള പാത്രം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്ക്രൂ ഡ്രൈവർ, ഒരു ബ്രഷ്, കാർബറേറ്റർ, പെട്രോൾ, ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യത്തെ പരിപാടി കാർബറേറ്റർ ഇങ്ങനെ എടുക്കുക. ഇതിലെ മൈനസ് പോർഷൻ, ഇപ്പോൾ ഇതിൽ മൈനസാണ് സ്ക്രൂ കൊടുത്തിട്ടുള്ളത്. ആ ഒരു മൈനസ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. ഇവിടെ ലൂസാക്കുന്ന സമയത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് നോക്കിയിട്ട് ഇവിടെ ലൂസാക്കി കൊടുക്കുക. ജസ്റ്റ് കണ്ടോ, ഞാൻ ശരിക്കും കാണിച്ചു തരാം. വീഡിയോ ഫോക്കസ് ആവുന്നുണ്ടാവാം എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എല്ലാ സ്ക്രൂവും ജസ്റ്റ് ഒന്ന് ലൂസാക്കി വിട്ടേക്കുക. ലൂസാക്കിയതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോട്ടിംഗ് ചാമ്പറിൻ്റെ ആ ഒരു കവർ ഇങ്ങനെ ഊതിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. ഓക്കെ, ഈ ഒരു 4 സ്ക്രൂ നമ്മൾ ഊരിയെടുക്കുകയാണ്. ഈ ഒരു പൈപ്പാണ് നമുക്ക് ഓവർഫ്ലോ പോകുന്ന പൈപ്പ് കേട്ടോ. ഇതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബേസിക്കും കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കാം. 1 ഊരി എടുത്തു, 2 ഊരി എടുത്തു, 3ാമത്തെ ഊരി എടുത്തു. ഓക്കെ, 4ാമത്തതും നമ്മൾ ഊരി എടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രം നമ്മൾ വെക്കാൻ പറഞ്ഞത് കേട്ടോ. ഇതുപോലെ ഒരു എന്തെങ്കിലും പാത്രം അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും വെക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം ക്ലീൻ ചെയ്ത ഒരു കാർബറേറ്റർ തന്നെയാണ്. എന്നാലും ഇതിൽ അത്യാവശ്യം കരടും കാര്യങ്ങളും ഇതൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഫ്ലോട്ടിംഗ് ചാമ്പറിൻ്റെ മുകൾ വശത്തിൻ്റെ ഡോറിൻ്റെ മുകൾ വശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓവർഫ്ലോ വരുന്ന സമയത്ത് ഇതിലൂടെയാണ് ഓവർഫ്ലോ ഇറങ്ങിയിട്ട് ഈ ഒരു പൈപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകും. ഓവർഫ്ലോ ഒക്കെ നമ്മുടെ 2 സ്ട്രോക്ക് ബൈക്കിൽ സാധാരണ കേട്ടോ. അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടത്തെ സൈഡിലേക്ക് വണ്ടി ചരിച്ചിട്ട് ഓവർഫ്ലോ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. അങ്ങനത്തെ ഒരുപാട് ടെക്നിക്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോർഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ബ്രഷ് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാർബറേറ്ററിൻ്റെ ഒരു ഉൾവശം. ഇതാണ് ഫ്ലോട്ടിംഗ് ചാമ്പർ.
ഫ്ലോട്ടിംഗ് ചാമ്പർ പറയുന്ന സംഭവമാണ് ഇതിരിക്കുന്നത്. അതിൻ്റെ പിന്നാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഊരിയെടുക്കേണ്ടത് ഈ ഒരു പിന്നാണ് കേട്ടോ. ഈ ഫ്ലോട്ടിംഗ് ചാമ്പറിൻ്റെ പിന്ന് നമ്മൾ ഇങ്ങനെ പതുക്കെ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ മൈനസോ സ്റ്റാർ എടുത്തിട്ട് ജസ്റ്റ് പിന്നെ നമ്മൾ പതിയെ അങ്ങോട്ട് ഊരിയെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഫ്ലോട്ടിംഗ് ചാമ്പറിൻ്റെ പിന്നെ ഇങ്ങനെ ഊരി പോകുന്ന സമയത്ത് ഇത് പതുക്കെ ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈ ഊരിയെടുത്ത ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, പിന്നെ ഉണ്ടല്ലോ, നേരെ ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലെ ഒരു പാർട്സ് നിങ്ങൾ യൂരുന്ന സമയത്ത് മിസ്സാക്കരുത് കേട്ടോ. മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവം വാങ്ങാനൊന്നും കിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ചാമ്പർ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ RX 100ൻ്റെ ഫ്ലോട്ടിംഗ് ചാമ്പർ. 100ഉം 135 ഒക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. സ്പ്ലെൻഡറിനൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഫ്ലോട്ടിംഗ് ചാമ്പർ കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നീഡിൽ ഊരിയെടുക്കണം. ഇവിടെയാണ് നീഡിൽ വരുന്നുണ്ട്. ആ നീഡിൽ നമ്മളിങ്ങോട്ട് ഊരിയെടുക്കുക. ജസ്റ്റ് ഇതാ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാർബേറ്ററിൻ്റെ നീഡിൽ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പോർഷനിലാണ് വെക്കുന്നത് കേട്ടോ. നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ കണ്ടോ നിങ്ങൾ, ഇതിങ്ങനെ പ്രസ്സാവും. ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഫ്ലോട്ടിംഗ് ചാമ്പർ ആവുന്ന സമയത്ത്, ഇളകുന്ന സമയത്ത് ഇതിങ്ങനെ പ്രസ്സാവും. അപ്പോൾ ഇത് ഞാൻ സെറ്റിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഫ്ലോട്ടിംഗ് ചാമ്പർ. ഈ പിന്നൊക്കെ നിങ്ങൾ ഊരിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൊട്ടിയിട്ടൊന്നും എടുക്കരുത് കേട്ടോ. കൊട്ടിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തെറിച്ച് പോയിട്ട് ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പഴയ കാർബേറ്ററൊക്കെ വാങ്ങിയിട്ട് നിങ്ങളിത് മാറ്റേണ്ടി വരും. കിട്ടാൻ ചാൻസ് കുറവാണ്. എല്ലായിടത്തും ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. ഇതിൻ്റെ ഉള്ളിലെ സ്പെയർ ഷോപ്പിലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അയക്കാം. ഇനി നമുക്ക് ജെറ്റ് അയക്കണം. ജെറ്റ് അയക്കാനായിട്ട് നിങ്ങളോട് പറയാൻ മറന്നു, ഒരു 10-ൻ്റെ 8-ൻ്റെ ടീ സ്പാൻഡറോ അല്ലെങ്കിൽ നമ്മുടെ സാധാ സ്പാനറോ ഇതിനായിട്ട് ആവശ്യം വരും ജെറ്റ് അയക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ 8-ൻ്റെ ഒരു സ്പാനർ എടുത്തിട്ട് ജെറ്റ് അയക്കാനായിട്ട് പോവാണ്. ഞാൻ ഈ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് എടുത്തിട്ടോ. എടുത്ത സമയത്ത് മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയി. അപ്പോൾ വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ക്ലീനാക്കി വെച്ച് കണ്ടോ. അതിനെ ഇപ്പോൾ കംപ്ലീറ്റ് ക്ലീനാണ് സംഭവം. കംപ്ലീറ്റ് ക്ലീനാണ് കണ്ടോ. കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ റീടേക്ക് എടുത്തിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ജെറ്റ് നമ്മളിതാ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ജെറ്റും കാര്യങ്ങളും അതിൻ്റെ നീഡിലും കാര്യങ്ങളൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം, കുഴിയുള്ളൊരു പാത്രം എടുക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞു കേട്ടോ. അടുത്തത് നമ്മുടെ അടുത്ത ജെറ്റ് വരാനായിട്ട് പോവാണ്. ജെറ്റ് വരാനായിട്ട് ഇതാ ഞാനൊരു ടെസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ചെറിയ ടെസ്റ്ററോ അല്ലെങ്കിൽ മൈനസോ എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജെറ്റ് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അതും കൂടെ ഊരി കഴിഞ്ഞാൽ നമ്മളത് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ചെറിയ ജെറ്റും കൂടെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് പോകണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഊരാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു പാക്കിംഗ് ആട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിംഗ് ഒക്കെ ഊരുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് ഊരിട്ടോ. ഇതൊക്കെ വാങ്ങാൻ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റയറായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ സ്പെയർ ഷോപ്പുകളൊന്നും ഇങ്ങനത്തെ ഈ ഒരു സംഭവങ്ങളൊന്നും, ഈ പാക്കിംഗ് ഒന്നും അപൂർവങ്ങളാണ്. പഴയ സ്റ്റോക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഊരുന്ന സമയത്ത് കറക്റ്റ് ഊരിയിട്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വെക്കുന്നത് കേട്ടോ. ഈ ഒരു പൊസിഷനിലാണ് ഇത് വെക്കുന്നത്. കാണിച്ചു തരാം. ഈ ഒരു പൊസിഷനിൽ ആയിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. ഊരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക. എന്നിട്ട് പതുക്കെ ഇതിങ്ങനെ ഊരി എടുത്തിട്ട് മാറ്റി വെക്കുക. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ 2-3 പ്രാവശ്യം നമ്മളിത് ഈ ഒരു പ്രോസസ്സ് തുടർച്ചയായിട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കിതൊക്കെ ഒരു മൈൻഡ് സെറ്റാവും. നമ്മുടെ ബ്രെയിനിൽ ഇതൊക്കെ സെറ്റാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാർബേറ്ററിൻ്റെ ഉൾവശത്തെ ഒരവസ്ഥ. നമുക്കൊന്നും കൂടെ ക്ലീൻ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇത് ക്ലീൻ ചെയ്തതാണ്. എന്നാലും ഇതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കരട് കിടക്കുന്നുണ്ട്. ഒന്നും കൂടെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതാണ് നമ്മുടെ കാർബേറ്ററിൻ്റെ ഉൾവശം. നമുക്കിനി ക്ലീനിങ് പ്രോസസ്സ് തുടങ്ങാം. ക്ലീനിങ്ങിനായിട്ട് നമ്മളിവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഹോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇതിലേക്ക് പെട്രോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രഷ് എടുക്കുക. ഇങ്ങനത്തെ ഒരു ബ്രഷ് ആണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. എന്താണ് ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ജെറ്റ് വെക്കുന്ന ഈ ഒരു ഹോളും കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ ഇതുപോലുള്ള ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട്
നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ടൂത്ത് പേസ്റ്റ് ബ്രഷ് ആണെങ്കിൽ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ ടൂത്ത് പേസ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഞാൻ തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചൊരു വീഡിയോ ആയിരിക്കും ഇത്. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട് ക്ലീൻ ചെയ്യുന്ന പല രീതിയിൽ, ഹാർപ്പിക്കൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് പറയുന്നത് അതുപോലെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇതിപ്പോൾ ഓയിലില്ലാത്ത പെട്രോളാണ്. ഓയിലുള്ള പെട്രോൾ വെച്ചിട്ടൊന്നും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. ഡീസലൊന്നും വെച്ചിട്ട് ക്ലീൻ ചെയ്യരുത് കേട്ടോ. മണ്ണെണ്ണ വെച്ചിട്ടൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കരുത്. പെട്രോൾ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. പിന്നെ ക്ലീൻ ചെയ്യുന്ന കാർബറേറ്റർ ക്ലീനർ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ഇതായിരിക്കും. പെട്രോൾ വെച്ചിട്ടായിരിക്കും ഒന്നുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. കാർബറേറ്റർ ക്ലീനർ എല്ലായിടത്തും വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പെട്രോൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. 3 പ്രാവശ്യം ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം, ഇതിപ്പോൾ 3 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം ക്ലീൻ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇവിടെയും ക്ലീൻ ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു പുറം ഭാഗം, അതുപോലെ തന്നെ ഈ ഒരു ഹെഡിൻ്റെ പോർഷനിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം, നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന പോർഷനും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മളിത് എടുത്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. പെട്രോൾ കൊണ്ട് ഒരു 3-4 പ്രാവശ്യം കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് ആ ഒരു പെട്രോൾ കരടും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കളയട്ടോ. ഇതിൻ്റെ മോഡിയുടെ ഹോള് ചെറുതായതുകൊണ്ട് പെട്രോൾ വരുന്നതിൻ്റെ അളവ് കുറവാണ്. അപ്പം ഇത് കംപ്ലീറ്റ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാർബറേറ്റർ ഇതിപ്പോൾ പുതിയ കാർബറേറ്റർ ഒന്നുമില്ല, ഇത് പഴയ കാർബറേറ്ററാണ്. ഈ ജപ്പാൻ കാർബറേറ്ററാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജപ്പാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജപ്പാനിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു പോർഷനിലാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൽ ഫോക്കസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ മേഡിയൻ ജപ്പാൻ എന്ന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെ കാർബറേറ്റർ ഏതാണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മെയ്ഡ് ചെയ്തിട്ടുള്ള കാർബറേറ്ററാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. മൈലേജ് കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജപ്പാൻ കാർബറേറ്റർ കുറച്ചുകൂടെ പെർഫോമൻസും അതുപോലെ തന്നെ മൈലേജ് കിട്ടുന്നൊരു കാർബറേറ്ററാണ്. അപ്പോൾ ജപ്പാൻ ഓയിൽ കാർബറേറ്ററാണ് ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ കണ്ടോ, ഇതുണ്ടോ. ഇപ്പോൾ ഒരു കരട് പോലും ഈ ഒരു കാർബറേറ്ററിലില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ പെട്രോൾ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണോ ആ സംഭവം എപ്പോഴാണോ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യുന്നത് അതുവരെ നിങ്ങൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പോർഷൻ നമ്മൾ ഒന്ന് ഉണങ്ങാനായിട്ട് ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്തതെല്ലാം ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെക്കാം. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫ്ലോട്ടിംഗ് ചാമ്പർ, മെയിൻ ജെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജെറ്റ്, നീഡിൽ, നമ്മുടെ സ്ക്രൂ കാര്യങ്ങൾ, നീഡിൽ പിന്ന് കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം പെട്രോൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് പെട്രോൾ ഒഴിവാക്കിയിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് പെട്രോൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സ്ക്രൂ നിലത്തേക്ക് പോയി. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്ക്രൂ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, എവിടേക്കാണ് ആ സ്ക്രൂ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ വേറെ സ്ക്രൂ ഒക്കെ സൂട്ടാക്കിയിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ മൈലേജിനെ ബാധിക്കുന്ന ഘടകങ്ങളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാർട്സുകളൊക്കെ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാർബറേറ്ററിൻ്റെ പാർട്സുകളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിസ്സായ പാർട്സിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കാർബറേറ്റർ വാങ്ങേണ്ടി വരും. അപ്പോൾ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിതിൽ അത്യാവശ്യം കുറച്ച് പെട്രോൾ കൂടുതൽ ഒഴിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത്. ഇത് അയച്ചെടുത്താൽ മാത്രം പോരല്ലോ, ഇത് റീസെറ്റ് ചെയ്യണ്ടേ, വണ്ടി ഓക്കെ ആവണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൻ ജെറ്റ് ആദ്യം കംപ്ലീറ്റ് ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട്, കുക്കറി ഷോ പോലെ വയറ്റി എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മെയിൻ ജെറ്റിൻ്റെ ഈ ഒരു പോർഷൻ ആണോ, ഈ ഒരു ഹോള് നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് ഹോള് അപ്പുറത്തെ സൈഡിലേക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കുക ഇതിലേക്ക്. ഈ ഹോള് ഫോക്കസ് ആവുന്നുണ്ടോ എന്നറിയില്ല, നോക്കാം, കാണിച്ചില്ല. കണ്ടോ, ഇതിൻ്റെ ഹോള് അപ്പുറത്തെ സൈഡിലൂടെ എന്തെങ്കിലും മിസ്സിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഹോള് അടഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഹോള് അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിസ്സിങ് അടിക്കും, വണ്ടി മിസ്സിങ് ഒക്കെ അടിക്കും. അപ്പോൾ ആ ഒരു ഹോള് അടഞ്ഞിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹോൾ അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഹോൾ അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഹോള് ഫിൽ ചെയ്യണോ. ഇതിൻ്റെ ഹോള് കണ്ടോ, അപ്പുറത്തെ സൈഡിൽ അത്
ഇതിൽ കൂടെ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് കാണണം. അപ്പോൾ ആ ഒരു ഹോൾ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി മിസ്സിങ് അടിക്കും കേട്ടോ, ജെറ്റിൽ പെട്രോൾ ഇറങ്ങില്ല. അപ്പോൾ ഇതിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഓക്കെ ആയ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചു. ഇനി അടുത്ത ജെറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഹോളും നമ്മൾ ഊതി കൊടുക്കുകയാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് കാണുമെന്നറിയില്ല. അത് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഹോളാണ്. കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ടോ, കാണുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടോ, ഇതേപോലെ അതിനും ഹോള് കാണും. അപ്പോൾ ആ ഒരു ഹോളും കറക്റ്റ് ആണെന്നുള്ളത് കറക്റ്റ് ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും കരട് കിടക്കുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതും നമ്മൾ മാറ്റി വെച്ചു. അടുത്തത് ഇനിയൊക്കെ നമുക്ക് ഫ്ലോട്ടിംഗ് ചാമ്പറാണ് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളത്. ഫ്ലോട്ടിംഗ് ചാമ്പറും ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്ലോട്ടിംഗ് ചാമ്പർ പെട്രോളാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ക്ലീനിങ് പ്രോസസ്സ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഉണങ്ങി സെറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നീഡിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ നീഡിൽ. ഇതിൻ്റെ മുകളിലായിട്ടൊരു പ്രസ് കണ്ടോ, ഇത് വന്നിട്ട് ഇങ്ങനെ, ഇതാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി റീസെറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആഫ്റ്റർ ക്ലീനിങ്ങിന് ശേഷം നമ്മുടെ കാർബറേറ്ററിൻ്റെ അവസ്ഥ കേട്ടോ. അതാണ് ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കാർബറേറ്ററിൻ്റെ അവസ്ഥ. പക്കാ ക്ലീൻ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ മിസ്സിങ് അടിച്ചിട്ടു. അപ്പോഴാണ് നമ്മൾ കാർബറേറ്റർ ഊരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മെയിൻ ജെറ്റ് അങ്ങ് സെറ്റ് ചെയ്യാം. മെയിൻ ജെറ്റ് എടുത്തിട്ടുണ്ട്. മെയിൻ ജെറ്റ് നമ്മുടെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെക്കുക. കറക്റ്റ് നമ്മളെങ്ങനെയാണോ അയച്ചത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെക്കും കേട്ടോ. നമ്മളത് ടൈറ്റ് ചെയ്തെടുക്കുക. 8-ൻ്റെ സ്പാനർ വെച്ചിട്ട് ഇത് ഓവർ ടൈറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ത്രെഡ് കളയാനോ പൊട്ടിക്കാനോ നിൽക്കരുത്. ഇതിൻ്റെ ഒരു കറക്റ്റ് ടോർക്ക് ഉണ്ട്. ആ ടോർക്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഓവർ ആക്കിയിട്ട് നല്ല രീതിയിൽ മുറുക്കിയിട്ട് ഇതിന് പ്രഷർ കൊടുത്തിട്ട് അതിൻ്റെ ത്രെഡ് കളയരുത്. പിന്നെ ത്രെഡ് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കഴിയില്ല. പിന്നെ കാർബറേറ്റർ മാറ്റേണ്ടി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്തും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഉഡായിപ്പ് പരിപാടി നടത്തരുത്. അപ്പോൾ പിന്നെയും നിങ്ങൾക്ക് മിസ്സിങ് അടിക്കും. അപ്പോൾ അത് ചെയ്യാതിരിക്കട്ടോ. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. നമ്മുടെ ബൈക്കാണ്, അപ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് തന്നെ കൊണ്ട് നടക്കുക. നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗത്തും ഓക്കെ ആയിട്ട് മാത്രം റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ജെറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ജെറ്റ് നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, ഇതൊരു നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. പരിപാടി മാത്രമാണ്. ആക്ച്വലി കാർബറേറ്റർ ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ച് പ്രോസസ്സ് തന്നെയാണ്. ഇതിൻ്റെ ഈ ഒരു സ്ക്രൂ, നമ്മുടെ റണ്ണിങ് അഡ്ജസ്റ്റ് സ്ക്രൂ, അതുപോലെ തന്നെ എയർ സ്ക്രൂ കാര്യങ്ങൾ ഇതെല്ലാം ഊരിയിട്ട് വേണം നിങ്ങൾ കംപ്ലീറ്റ് കാർബറേറ്റർ ക്ലീനിങ് എന്ന് പറയുന്നത് അതിനാട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മിസ്സിങ് അടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് കുടുങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾസ് ഉണ്ടെങ്കിൽ, ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തായാലും ടൂൾസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്ന ടൂൾസൊക്കെ നിങ്ങൾ വണ്ടിയിൽ എടുത്തു വെക്കിട്ടോ. അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് കാർബറേറ്ററിന് പണി കിട്ടുക, എപ്പോഴാണ് നമ്മളെ വണ്ടിയുടെ മിസ്സിങ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടൂൾസായിട്ട് കരുതി വെക്കുക. അതിനിപ്പോൾ നമ്മുടെ മറ്റേ ജെറ്റ് ടൈറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അതും ഇതുപോലെ തന്നെ നോക്കിയിട്ട് ടൈറ്റ് ചെയ്യുക. വെറുതെ അങ്ങ് തിരിച്ചിട്ട് അതിൻ്റെ ത്രെഡ് കളയരുത്. ഓക്കെ, അതും നമ്മൾ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത പരിപാടി ഫ്ലോട്ടിംഗ് ചാമ്പർ ഇങ്ങോട്ട് എടുക്കുക. എടുത്തതിന് ശേഷം ഫ്ലോട്ടിംഗ് ചാമ്പർ വെക്കുന്നതിന് മുന്നേ നമുക്ക് നീഡിൽ സെറ്റ് ചെയ്യണം. നീഡിൽ ഇതാണ് നമ്മുടെ നീഡിൽ. ഞാൻ ഒന്നും കൂടെ പറയാം, റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ശരിക്ക് ഇതാണ് നീഡിൽ കണ്ടോ. ഇതിൻ്റെ ആക്ഷൻ മുകൾ സൈഡിലാണ്. ഈ ആക്ഷൻ വരുന്ന ഭാഗമാണ് മുകൾ സൈഡിലേക്ക് വരിക. ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു കൂർത്ത സൈഡ്, ഒരു കൂർത്ത ഭാഗം കണ്ടോ. ഇനി നോർമൽ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടോ. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു പോർഷനിലേക്ക് വരുന്നത്. ഈ ഒരു ആക്ഷൻ വരുന്ന ഭാഗം മുകൾ സൈഡിലേക്ക്. ഓക്കെ, അതാ ഇത് നമ്മൾ ഇതിലേക്ക് കണ്ടോ, ഇതിലേക്ക് നീഡിലിൻ്റെ ആ ഒരു ചാമ്പറിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതിൻ്റെ ആക്ഷൻ സെറ്റ് ചെയ്യുക. ആക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ പക്ക വർക്കിംഗ് ആയതുകൊണ്ട് ആക്ഷൻ ഉണ്ടാവും. ആക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നീഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ഓക്കെ, അടുത്തത്
പരിപാടി ചാമ്പർ സെറ്റ് ചെയ്യുക. ചാമ്പർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിതാ ചാമ്പർ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യുക. ഇങ്ങനെ മറിച്ച് സെറ്റ് ചെയ്യരുത്, ഇതുപോലെ സെറ്റ് ചെയ്യരുത്, ഇതുപോലെയാണ് ചാമ്പർ സെറ്റ് ചെയ്യുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ. ഞാൻ കംപ്ലീറ്റ് നീഡിൽ വെച്ചിട്ട് പിന്നും വെച്ചിട്ട് ഇതിൻ്റെ ചാമ്പറിൻ്റെ പിന്നും കൂടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പ്ലേ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പോർഷൻ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ പിന്നെടുക്കുക. പിന്നെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ പിന്ന് ഈ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഒരു സൈഡ് ആദ്യം കവർ ചെയ്ത് കൊടുക്കുക. എനിക്ക് ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്ര റിസ്ക് എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതാ ഫോക്കസായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാ നീഡിൽ പിന്ന് ചാമ്പർ പിന്ന് നമ്മൾ ഇടാനായിട്ട് പോവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാമ്പറിൻ്റെ ആ ഒരു പിന്ന് കറക്റ്റ് ഇടാനായിട്ട് പറ്റും. കുറച്ച് ടൈറ്റ് കാണും, എന്നാലും കുഴപ്പമില്ല. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ. പിന്നെ നമ്മൾ കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആക്ഷൻ ചെക്ക് ചെയ്യാം നമുക്ക്. ആക്ഷന് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, സെറ്റാണ്, യാതൊരു വിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പിന്നിന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫ്ലോട്ടിംഗ് ചാമ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ ജെറ്റ് സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ചെറിയ ജെറ്റ് സെറ്റ് ചെയ്തു, നീഡിൽ സെറ്റ് ചെയ്തു, ചാമ്പർ സെറ്റ് ചെയ്തു, ചാമ്പറിൻ്റെ പിന്നിട്ടു. ഇതുവരെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പാക്കിംഗ് ആണ്. പാക്കിംഗ് എവിടെ? പാക്കിംഗ് അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. പാക്കിംഗ് ഇടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ പാക്കിംഗ് വെച്ചിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ പാക്കിംഗ് ഇടുക. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൂരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം അതുപോലെ റീസെറ്റ് ചെയ്യുക. പാക്കിംഗ് ഇതുപോലെയാണ് വരിക. അപ്പോൾ പാക്കിംഗ് നമ്മൾ കറക്റ്റ് വെച്ചിട്ടുണ്ട്. പാക്കിംഗ് വെച്ചതിന് ശേഷം അടുത്ത പരിപാടി നമ്മുടെ ഫ്ലോട്ടിംഗ് ചാമ്പറിൻ്റെ ആ ഒരു ഡോറ് ക്ലോസ് ചെയ്യാം. ചാമ്പർ ഇത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഫൈനൽ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്ക്രൂ ഓരോന്നായിട്ട് കറക്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ക്രൂ ഇട്ടു. നമ്മൾ എങ്ങനെയാണോ അയച്ചത് അതുപോലെ തന്നെ നമ്മൾ റീസെറ്റ് ചെയ്യാനായിട്ട് പോകണം. ഇവിടെ നമ്മൾ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ ഇടുക. പിന്നെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇടുക. ഇടുന്ന സമയത്ത് നമ്മൾ ടോർക്ക് ഇതിൻ്റെ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ഒരു ഭാഗം കംപ്ലീറ്റ് ഒരു സൈഡ് മാത്രം, ഇത് മാത്രം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ സൈഡ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്, ഇതും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്, ഇതും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഈ ടൈറ്റ് ഒരു ഹാഫ് പോർഷൻ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഹാഫ് പോർഷൻ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്ക്രൂ എടുത്തിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യാം. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഏത് സ്ക്രൂ ആണോ നിങ്ങൾ ടൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ സ്ക്രൂ കൂടെ ടൈറ്റ് ചെയ്തിട്ട് ഒരേ ലെവലിൽ നിങ്ങൾ ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ വരുള്ളൂ. ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ നമ്മൾ ആദ്യം കുറച്ച് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അടുത്തത് ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഏകദേശം ടൈറ്റാക്കി. ഇത് നമ്മൾ ഏകദേശം ടൈറ്റാക്കി. അടുത്തത് ഇത് ടൈറ്റാക്കുക. അടുത്തത് ഇത് ടൈറ്റാക്കുക. കംപ്ലീറ്റ് ഇങ്ങനെ കാണിക്കാൻ കഴിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ടൈറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് ഇത് കംപ്ലീറ്റ് ടൈറ്റ് ആക്കി കൊടുക്കുക. ഇത് ടൈറ്റ് ആക്കിയതിന് ശേഷം അടുത്തത് ഇവിടെ ടൈറ്റ് ആക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ ടൈറ്റ് ആക്കുക. അടുത്ത പരിപാടി ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഊരുന്ന സമയത്തും നിങ്ങൾക്ക് ചിലപ്പോൾ ഊരുന്ന സമയത്ത് നമ്മൾ ഇത് ഊരിയതിന് ശേഷം ഇത് ഊരുക, ഇത് ലൂസ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ എവിടെ നിന്നാണോ ഫസ്റ്റ് തുടങ്ങിയത് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടുന്ന് ടൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ എവിടുന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങൾ ഫസ്റ്റ് സ്ക്രൂ ഇട്ടതെന്നുണ്ടെങ്കിൽ
ഇവിടെ അടുത്ത സ്ക്രൂ ഇടുക, ഇവിടെ അടുത്ത സ്ക്രൂ ഇടുക, ഇവിടെ അടുത്ത സ്ക്രൂ ഇടുക. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്റ്റ് ടൈറ്റ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കാർബേറ്റർ ഇതാ. കാർബേറ്ററിൻ്റെ ഒരു ടോട്ടൽ കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടോട്ടൽ നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, കംപ്ലീറ്റ് നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്യുക. ഇവിടെയൊക്കെയാണോ ഓയിലി കാര്യങ്ങൾ, കരട് കാര്യങ്ങൾ, കച്ചറ കാര്യങ്ങളൊക്കെ കൂടി എടുക്കുന്നത്, അതൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് ഫിനിഷിംഗ് ആയിട്ട് ക്ലീൻ ചെയ്ത് വെക്കട്ടോ. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് നിങ്ങൾ കുടുങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അയച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം മാത്രമാണ്. കാർബേറ്റർ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ സ്പെക്ക് കംപ്ലീറ്റ് ഊരിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് എന്താണോ പ്രശ്നം നോക്കിയിട്ട് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് വരും. ഗൈസ്, അപ്പോൾ നമ്മുടെ കാർബേറ്റർ നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതാണ് കാർബേറ്ററിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറക്റ്റ് ക്ലീൻ ചെയ്യാം. ഉഡായിപ്പ് കാണിക്കരുത്. ഉഡായിപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും മിസ്സിങ് അടിക്കും. അപ്പോൾ കാർബേറ്റർ ആണോ മിസ്സിങ്ങിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബേറ്റർ മാത്രമല്ല, പല കാരണങ്ങളുണ്ട് മിസ്സിങ് വരാനായിട്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളിലൊരു ഘടകമാണ് കാർബേറ്റർ എന്ന് പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കാർബേറ്റർ എഞ്ചിൻ വരുന്ന വാഹനങ്ങളുടെ കിഡ്നി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് കാർബേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വണ്ടി ഔട്ടാവും, താളം തെറ്റും. അപ്പോൾ ഇത് പ്രോപ്പറാണ് എന്നുണ്ടെങ്കിൽ വണ്ടി ഓക്കെ ആവും. ഇത് മാത്രം പ്രോപ്പറായി മാത്രം പോരാ, എഞ്ചിനും ഓക്കെ ആവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുടുങ്ങുന്ന സമയത്തും ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ്. വണ്ടി തള്ളിപ്പോകുന്ന ആളുകൾ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്, കാർബേറ്റർ മിസ്സിങ് അടിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് കാർബേറ്ററിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ മിസ്സിങ് കാരണം മാത്രമാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ കാർബേറ്ററിൻ്റെ വിഷയങ്ങളൊക്കെ. പിന്നെ വലിയ ജെറ്റും കംപ്ലൈൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാർബേറ്റർ മാറ്റേണ്ടി വരും. ജെറ്റ് മാറ്റിയിട്ടാലും ചിലപ്പോൾ ക്ലിയർ ആവാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ കാർബേറ്ററൊക്കെ വാങ്ങേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു കാർബേറ്റർ ജപ്പാൻ കാർബേറ്ററാണ്, വലിയ വിഷയങ്ങളില്ലാത്തൊരു കാർബേറ്ററാണ്, നല്ല ഓയിൽ കാർബേറ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുടുങ്ങുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ടൂൾസുകളൊക്കെ നിങ്ങൾ കയ്യിൽ വാങ്ങി വെക്കുക. ഞാനിപ്പോൾ നമ്മുടെ ഷോപ്പിൽ കുറച്ച് ടൂൾസുകൾ ഇരിക്കുന്നുണ്ട്, ഷോപ്പിന് ആവശ്യമുള്ള അത്യാവശ്യം ടൂൾസുകൾ ഇരിക്കുന്നുണ്ട്. അതല്ലാതെ എൻ്റെ വീട്ടിൽ കുറച്ച് ടൂൾസുകൾ ഇരിക്കുന്നുണ്ട്. എൻ്റെ വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ കുറച്ച് ടൂൾസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു വണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ, നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അത്യാവശ്യം പരിപാടികളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കുടുങ്ങുന്ന സമയത്ത്, രാത്രി പോയിട്ട് കുടുങ്ങി, ഒരു വർക്ക്ഷോപ്പ് ഇല്ലാത്ത സമയത്ത് പോയിട്ട് കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് വണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാനായിരിക്കും. ബൈക്കിൻ്റെ കേസിലുണ്ടോ, കാറിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ അവിടെ നിർത്തിയിട്ട് പോകേണ്ടി വരും. അപ്പോൾ ബൈക്കിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ യൂസ് ചെയ്യുന്ന വണ്ടിയെ കുറിച്ചിട്ട്, കാർബേറ്ററിനെ കുറിച്ചിട്ടും അങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അറിയാം, ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വിവരമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വണ്ടി കൊണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എവിടും പെടാതെ, നിങ്ങൾ ഒറ്റപ്പെടാതെ നിങ്ങൾക്ക് വണ്ടി യാത്ര ചെയ്യാനായിട്ട് പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. ഞാനിപ്പോൾ ഞാനിത് എല്ലാം യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം പഠിച്ച കാര്യങ്ങളാണ്. ഞാനിതെല്ലാം മനസ്സിലാക്കിയിട്ട് അയച്ചിട്ട് പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് അയച്ച് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് പറ്റും. ഞാനിതിൽ ഭയങ്കര എക്സ്പേർട്ടായിട്ട് സംസാരിക്കുന്ന ഒരാളും അല്ല, ഞാനൊരു മെക്കാനിക്ക് നിങ്ങൾക്കറിയില്ല, ഞാനൊരു യൂട്യൂബർ മാത്രമാണ്, മെക്കാനിക്കല്ല. അപ്പോൾ എനിക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ വണ്ടി സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ എൻജിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട് പിസ്റ്റൺ വർക്ക് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് എന്നല്ലാതെ വലിയ ഇതിനായിട്ടുള്ള സമയം മാറ്റി വെച്ചിട്ടില്ല. കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് യൂട്യൂബ് മാത്രം പോരല്ലോ, കുറച്ച് നമ്മുടെ എക്സ്ട്രാ ആയിട്ടുള്ള കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇത്, കാർബേറ്റർ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉടായ്പ് കാണിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ ഒട്ടും സമയമില്ലാതെ നിങ്ങളിത് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. കറക്റ്റ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം, അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.